നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കാണ്ട് നിങ്ങൾക്കൊന്ന് യാസീനെടുത്ത് ഓതിക്കൂടെ? വലിയൊരുനാള് വരുമ്പോ ഓന്റെ കരച്ചിൽ ഇങ്ങനെ മനസ്സിൽ കേറി വരിക. മറക്കാൻ കഴിയണില്ല, സഹിക്കാൻ. എന്റെ മനസ്സിൽ ഓൻ ഇപ്പോഴും മരിച്ചിട്ടില്ല. അല്ലാണ്ട് ഇത്രയും കാലായിട്ടും നമ്മളെ കാണാൻ വരാണ്ട് നിൽക്കോ? എങ്ങനെ വരും? അത്ര എന്റെ കുട്ടീനെ ഞാൻ തല്ലിയില്ല. ഈ കൈയോടെ ഞാൻ അവനെ തല്ലിയത്. എന്തൊക്കെയാ പറയുന്നത്? കൊല്ലം കൊറേയല്ലോ ഉസ്മാനെ, ഈ ഇപ്പോഴും കരഞ്ഞാണോ? ഈ ദിവസം വരുമ്പോ എനിക്ക് ഓനെ ഓർക്കാതെ വെക്കാൻ കഴിയോ ദേവേട്ട? നിങ്ങൾ രണ്ടാളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോ ഞാൻ എന്താക്കും? എല്ലാ കൊല്ലം ഈ ദിവസം വരുമ്പോ അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മള് മോനെ ഞാൻ പോവാ. അല്ല വേണ്ട, എന്നെ കുടിക്കാം. നമ്മളെക്കാട്ടും വിഷമ മൂപ്പർക്കുണ്ട്. മൂപ്പരെ മനസ്സിലെ കുറ്റബോധം കൊണ്ടാണ് മൂപ്പര് ഓരോ സാധനങ്ങളായിട്ട് നമ്മളെത്തേക്ക് ഇത്തിരി സമാധാനം കിട്ടില്ല ചിങ്ങട്ട് വന്നത്. അപ്പൊ നമ്മള് നിങ്ങൾക്കും വേണ്ടേ ചായ? അണ്ണാക്കുന്ന അറിഞ്ഞതില്ല. ഇന്ന് വാപ്പയും മോനെ നേരത്തെ അങ്ങ് ഒരുമിച്ച് പോന്നല്ലോ. അപ്പൊ നിങ്ങൾ ഇന്നും പണിക്ക് പോയില്ല? ഇന്നും കമ്പനി സമരം. പഠിച്ചോനെ, അന്നപ്പോ എന്താക്ക് പെരുന്നാൾ രാവിനെ നമുക്ക് മോനാണെ എടുത്തിട്ടൂല്ല, പൊരയിലാണ് ഒരു സാധനവും ഇല്ല. എന്തെന്നാ എനിക്കൊന്നും ഓർമ്മല്ല. ഞാൻ എന്തെന്നാണ് മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടായി കൊടുക്കുക? എന്താപ്പ ചെയ്യാ? കമ്പനിയിൽ സമരമായാല് നിങ്ങളെ കമ്പനിയിലെ സമരം തീരൂലേ? ഓരോ യൂണിയൻകാരും ഓരോ ദിവസം സമരം ചെയ്യാ. പിന്നെ ഞാൻ എന്ത് ചെയ്യൂ? നിങ്ങൾ കേറി കുത്തിട്ട് ഞാൻ ചായ എടുക്കാം. ചായ മതി, എന്റെ ചായ. കൊറേ പൈസ ഒക്കെ ആയിരുന്നത്. ഒന്നും പറയണ്ട, ആകെ ബേജാറിലിരിക്കുന്നു. കമ്പനിയിൽ പണിയൂല്ല, സമരവുമാണ്, പൈസയും കിട്ടിയില്ല, ശമ്പളം കിട്ടിയില്ല. പൈസ അത് ഞാന് ഒരാള് മൂപ്പരെ പെണ്ണുങ്ങള് ഹോസ്പിറ്റലിൽ കിടക്കാൻ, മൂപ്പരാക്ക് കുറച്ച് ബ്ലഡ് വേണ്ടി. അപ്പൊ നമ്മള് ചോരാ മൂപ്പർക്ക് കറക്റ്റായി. മൂപ്പര് കുറച്ച് പൈസ സഹായിച്ച. ഒരേല് മോനിക്ക് ഡ്രസ്സ് എടുക്കാനും ഒരേല് സാധനം വാങ്ങാനും പൈസ ഇല്ലാതെ ബേജാറായിട്ട് മൂപ്പരാളൊരു കളിയായി. എന്നാ വരുന്ന സുമേത. അല്ല, നിങ്ങൾ എളുപ്പം തന്നെ. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ചായ എടുത്ത് വന്നപ്പോ പിന്നെ നിങ്ങളെ കാണുന്നില്ല. ഞാൻ പുറത്ത് ഒരാളെ കാണാൻ വേണ്ടി പോയത്. അതിനേര് കുടിക്കാൻ ഗ്ലാസ് വെള്ളം കിട്ടോ? അല്ല മോനെവിടെ പോയി?
മോന് നിങ്ങൾ പോയപ്പോ തന്നെ പോയിക്കുന്നല്ലോ. മോന് പുറത്തേക്ക് ഇന്നോ കളിക്കാനോ എന്തിനോ പോയതാണ്. നിങ്ങൾ കണ്ടില്ല? വരുന്ന കഴിക്കുന്നു. കണ്ടില്ല. ഡ്രസ് എടുക്കാൻ പോട്ടെ നമുക്ക്. ആ എടുക്കാൻ പോയാ വെള്ളം എടുക്കാം. ഉസ്മാനെ നിങ്ങൾ ഇറങ്ങി വാടാ. എന്താ കേട്ടാ ഇങ്ങനെയാണ് മക്കളെ പഠിപ്പിക്കല്. നിങ്ങൾ ചോദിച്ചോക്ക് എന്താണ് എന്താ പ്രശ്നം? എന്റെ പീടിയിൽ പൈസ കട്ടെടുത്ത്. ആരുവനാ? ആ നിങ്ങൾ വെറുതെ വേണ്ടാത്തവർ പറയാം. ഓനോട് ചോദിച്ചോക്ക്. മൂപ്പര് പറയുന്നത് ശരിയാണ്. ഇപ്പൊ ഡ്രസ് എടുക്കാൻ പൈസ ഇല്ലാന്ന് കേട്ടപ്പോ പൈസ ഇല്ലാന്ന് പറഞ്ഞു കേട്ടപ്പോ തല്ലണ്ട തല്ലണ്ട. അങ്ങോട്ട് മാറി. തല്ലണ്ട 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 തല്ലണ്ട. കാണണ്ട അങ്ങോട്ടാന്ന് വെച്ചാ പൊയ്ക്കാം. ഞാൻ പോവാ. നിങ്ങള് ചിരിക്കുന്നു. നിങ്ങള് ചായ കുടിക്കാണ്ട് ഇവിടുന്ന് ഇറങ്ങി പോയതല്ലേ? എനിക്കിപ്പോ ഒരു ചായ വേണം. ഒരു ചായ തരാനല്ല ഞാൻ പറഞ്ഞത്. സുബൈദ ഇങ്ങട് വാ. അടിച്ചോനെ മൂപ്പർക്ക് എന്താ പറ്റിയോ? ചായ വേണമെന്ന് നേരത്തെ കുടിക്കാണ്ട് പോയാൽ നിങ്ങൾക്ക് ഒരു സന്തോഷാധിക്കാണ് ഞാൻ വന്നത്. സന്തോഷം ഞമ്മക്കോ? എന്ത് സന്തോഷം. അങ്ങോട്ട് നോക്കി നിങ്ങള്. അതാരാ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളെ മോനെ സുബൈർ. നമ്മളെ സുബൈറോ? ആ നമ്മളെ പോ സുബൈറോ? നേരാണോ ഞങ്ങള് കേൾക്കുന്നത്? എനിക്ക് ഉപ്പാനോട് വെറുപ്പൊന്നുമില്ലല്ലേ? ഉപ്പാന്റെ അന്നത്തെ അടി ഈ നിലയിൽ എന്നെ എത്തിച്ചത്. ആ അടിയുടെ ചൂടിൽ ഇനി കക്കൂല, കളവ് പറയൂല ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് വിജയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഉപ്പാനെയും ഉമ്മാനെയും വിട്ടു പോകാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ജീവിതത്തിൽ ഞാനത് പഠിച്ചു. ഇത് ഉപ്പാക്കും ഉമ്മാക്കുള്ള പെരുന്നാളിന്റെ ഡ്രസ്. അന്ന് ഞമ്മക്ക് സങ്കടത്തിന്റെ പെരുന്നാളെ ഇന്ന് ഞമ്മക്ക് സന്തോഷത്തിന്റെ വലിയ പെരുന്നാൾ.